ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളൊക്കെ തുടങ്ങി. പക്ഷേ നമ്മളിപ്പം വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. പക്ഷേ നമ്മളിപ്പോൾ ഈയിടെ തൊട്ട് വീഡിയോ ഇട്ടുകൊണ്ട് നടന്നത്. പക്ഷേ ഞാൻ കുറച്ച് മാസമായിട്ട് കാരണം എനിക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ വീഡിയോ നമ്മൾ കുറച്ച് ദിവസത്തിന് മാറ്റി വെച്ചത്. പക്ഷേ ഇപ്പം 2 മാസത്തിന് അവധി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ പോലെ വീണ്ടും വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കളിക്കാൻ പോകുന്ന ഏതാ ഗെയിമെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഗെയിമുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്ഥലം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കും. ആ സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ആ കറക്റ്റ് സ്ഥലത്തിൻ്റെ പിറ്റിയുടെ ആ വാളിൻ്റെ ആ സൈഡിൽ പോയിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചാരിക്കണം. എന്നിട്ട് അത് ഇങ്ങനെ കളർ ചെയ്യണം നമ്മുടെ ദേഹത്ത്. എന്നിട്ട് ഇങ്ങനെ പിടിക്കാൻ വന്നവർ വരും. എന്നിട്ട് നമ്മൾ അവർ കാണാതെ രീതിയിൽ നമ്മളിങ്ങനെ വരച്ച് സെറ്റാക്കണം. അപ്പോൾ നമ്മൾ ആ ഗെയിം PC-യിൽ മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കത് റോബ്ലോക്സിൽ കളിക്കാൻ പറ്റും. പക്ഷേ എന്ന് വെച്ചാൽ എനിക്കത് വരയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷേ ടെസ്റ്റർ എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ നമുക്കത് സെയിമായിട്ട് വരയ്ക്കാതെ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം പിന്നെന്താ, നമുക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മാപ്പിനായിട്ട് ഇങ്ങനെ വോട്ട് ചെയ്യേണ്ട വന്നാലേ നമുക്കിങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിതിങ്ങനെ സെലക്ട് ചെയ്യുക ഏതാണ് വരേണ്ടതെന്ന്. ഓക്കെ, ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ ഏതാണ് നമ്മൾ ഹൈഡ്ര ആകാനാണ് ചാൻസ്. യെസ്, ഞാൻ പറഞ്ഞില്ലേ, ഹൈഡ്രായി. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഇപ്പോൾ ഇത് ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഒരു സ്ഥലം ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോയാൽ ഇവിടെ ഇവർ ഈസിയായിട്ട് കണ്ടുപിടിക്കുക. എന്നാലും നമുക്കൊന്ന് നോക്കാം. കണ്ടോ, എങ്ങനെ ചെയ്താൽ മതി, നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ സ്ഥലം അത്ര ശരിയല്ലല്ലോ. ഇതിപ്പോൾ ടൈം ലെഫ്റ്റ് 200 സെക്കൻഡ് ഒക്കെ കഴിയണം. അത്രയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇത് തീരത്തുള്ളൂ. അയ്യോ, അത്ര പേരെ വെയിറ്റ് ചെയ്യണം. പക്ഷേ കുഴപ്പമൊന്നും പെട്ടെന്നാവും. ഇവിടെ ഇങ്ങോട്ട് മാറിയാൽ നമ്മളെ കാണും അവർ. അതാണൊരു പ്രശ്നം. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ തന്നെ ഇന്ന് ആരും ഇങ്ങോട്ട് ഒരാൾ വന്നില്ല. അവിടെ സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. അവരെ കണ്ടില്ല, അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ഥലം മാറാം. ഓക്കെ, ഇവിടെ ഇരുന്നാലും കണ്ടുപിടി. ഈ വെട്ടം കാരണം നമുക്ക് നമ്മുടെ ഇതിലും കറക്റ്റ് കാണാം. അതുകൊണ്ട് എന്താ ചെയ്യുക? പക്ഷെ ഇവിടെ ഇരുന്നാലും നമുക്ക് പ്രശ്നമുണ്ട്, നമ്മൾ കാണും. അതാണ് പ്രശ്നം. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. പക്ഷെ ഇവിടെ ഒരു നല്ല ഇതാണ്. ഇവിടെ വേണം ഇരിക്കാം. പക്ഷേ ഈ ലൈറ്റ് കാരണം ഇവിടെയും കാണും. നമുക്ക് ഇവിടെ ഇരുന്നാലും നമുക്കിങ്ങനെ ഓരോ പോസുകളുണ്ട്. ആ പോസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ. ആരും വരുന്നില്ലല്ലോ. നമുക്ക് അങ്ങനെ ആരും കാണാൻ പറ്റുന്നില്ല. നമുക്കിങ്ങനെ ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ കണ്ടോ, ഒരു ഹോണിൻ്റെ പോലത്തെ, അതിലിങ്ങനെ നോക്കിയാൽ നമുക്കിങ്ങനെ ആൾക്കാരെ ഇങ്ങനെ വിളിക്കാൻ പറ്റും. പക്ഷെ വെച്ചാൽ നമുക്കൊരു ചെറിയ സിഗ്നൽ. അപ്പം എന്നുവെച്ചാൽ അത് ഇപ്പം നോക്കുമ്പോൾ കൂന്ന് സൗണ്ടും കേൾക്കും. പക്ഷേ നമ്മളിപ്പം നിൽക്കുന്നില്ല. ചിലപ്പോൾ നമ്മളെ കണ്ടുപിടിച്ചാലോ. പിന്നെ ഈ ലോക്ക് എന്ന് പറയുന്ന ബട്ടനെ നോക്കിയാൽ നമ്മളങ്ങനെ സ്റ്റക്കായിട്ട് ഇരിക്കും. നമുക്കങ്ങനെ അടങ്ങത്തൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് അത് ഇച്ചിരി യൂസ്ഫുള്ളാണ്. ഓക്കെ, നമ്മൾ ഇനി നമുക്ക് ഇങ്ങോട്ട് പോയാലോ? ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഇത് മാറ്റട്ടെ. ഓക്കെ, മാറ്റട്ടോ. ഇതിനകത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് അതിനകത്ത്. പക്ഷെ അവർ ഈസിയായിട്ട് കാണും നമ്മളെ. ഇങ്ങനെ നോക്കുമ്പം ചിലപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ അവരെന്തായാലും കണ്ടുപിടിക്കുമോ? നോക്കട്ടെ, നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കാം. പക്ഷെ ലോക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ മാറാം, വേറെ സ്ഥലത്ത് പോവാം.
വേറൊരു സ്പോട്ടിലോട്ട് പോവാം. ഓക്കെ, നമുക്കിതിലൊരു 3 റൗണ്ടെങ്കിലും ചെയ്യണം. 3 റൗണ്ടെങ്കിലും പോകണം. നമുക്ക് ഇവിടെ ചെയ്താലോ? ഇവിടെ ചെയ്താൽ പാടാണ്, ചിലപ്പോൾ പാടാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്കിവിടെ ഇത് ഈസിയായിട്ട് ഇപ്പോഴാണ് ആ സാധനം മാറ്റിയപ്പോൾ എനിക്കത് കിട്ടുന്നത്. ഓക്കെ, നമ്മളിനി കളർ അങ്ങനെ അടിക്കാനും പറ്റുന്നില്ല, അതാണ് കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ഏതായാലും ഈ ഗെയിമൊക്കെ റോബ്ലോക്സ് വന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈസിയായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല നമുക്ക് PC ഒന്നും വേണ്ട. പക്ഷെ നമുക്ക് PC ഇല്ല, പക്ഷേ കുഴപ്പമില്ല. അപ്പം യെസ്, അങ്ങനെ നമ്മൾ വിൻ ചെയ്തു. നമ്മളിനി അടുത്ത റൗണ്ടിലോട്ട് പോവുകയാണ്, 2ാമത്തെ റൗണ്ടിലോട്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ചിലപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും പോയാലും ഞാനിപ്പോൾ ഹൈഡ്ര ആയിട്ടാണ് പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് സീക്രട്ടായിട്ട് പോകാൻ പറ്റുള്ളായിരിക്കും. ബാക്ക് റൂംസ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ബാക്ക് റൂംസ് സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന ഇതുകൊണ്ട് ഇങ്ങനെ ഫുള്ള് അവരുടെ ഇത്. പിന്നെന്താ, പിന്നെ നമുക്ക് ഇവിടെ ഇതിങ്ങനെ വോട്ട് ചെയ്യാം. അത് വോട്ട് ചെയ്യാനും പറ്റും, അത് വേറെ ഒരു കാര്യം. ഓക്കെ, വോട്ട് ചെയ്ത് ഇപ്പോൾ അതിൽ 3 ഒരു ഉണ്ട്. അതിലേതായിരുന്നേ, ഏത് ഇതാണെന്ന് അറിയത്തില്ല. നമ്മളിവിടെയാണ് വന്നത്. എനിക്ക് ഹൈഡ്രാനാണ് ചാൻസ്. യെസ്, നമ്മളങ്ങ് സീക്രട്ടായി. പക്ഷെ നമുക്ക് അനങ്ങാനും പറ്റത്തില്ല അല്ലേ. നമുക്ക് എല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്യാം, അവരൊക്കെ ഏത് ഭാഗത്തോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ നോക്കാം. ഒരുത്തൻ 3 പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരുത്തൻ അവിടെ വന്ന് ചാടുന്നു. നമ്മളെ കളിയാക്കുവാണ് അവനും പോയി. എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിലോ അല്ല സിക്കിൻ 1 2 3 4 ഗായ്സ്, നമ്മളങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എല്ലാവരും കൂടി തീർച്ച അവന് പോകാനൊരു സമയം കിട്ടിയില്ല. ഓക്കെ, നമുക്ക് അവനെ ഏതായാലും പിടിക്കാം. അടിപൊളി. ഓക്കെ, പോട്ടെ. ഇവൻ ഭയങ്കര ഫാസ്റ്റ് ഓടുവാണ്, അതുകൊണ്ട് നമുക്ക് പിടിക്കാനും പറ്റുന്നില്ല. അവനങ്ങ് ഓടിച്ചു. അതെന്നെ വീഴ്ചയായിരുന്നു. വെടിവെച്ച് അങ്ങ് തെറിച്ച് പോയി. ഓക്കെ, നമുക്കിനി ചാടാം, ഇങ്ങോട്ട് ചാടാം. ഓക്കെ, ഇനി വേറെ ആരാ ഉള്ളേ? ആരങ്ങനെ കാണുന്നില്ല. ആരോ മെസ്സേജ് യൂട്യൂബ്. ഇതാണോ? അല്ലല്ല, ഇതാരാ? ഓക്കെ, നമുക്ക് ഇനി വേറൊരു ഇല്ലക്കൂടെയൊക്കെ ഒന്ന് പോയി നോക്കിയല്ലോ. ഇതെന്താണ്? ചിലപ്പോൾ ഗൈസ് ഞാൻ ചുമ്മാ എനിക്ക് അവിടെ ഇരുട്ടിൽ എന്തോ ഒരു കാണാം. അത് ഞാൻ ചുമ്മാ ഒന്ന് വെടി വെച്ചപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു തള്ളിയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വെടി വെച്ചു. എനിക്ക് ജസ്റ്റ് ഞാൻ ഇതാക്കിയത്. പക്ഷേ ഞാൻ ഒരാളെ പിടിച്ചു. 2 പേരെ നമ്മളിപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇവിടേക്ക് പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും ചിലവരെ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. കാരണം ഇതിലതെങ്ങനെ ചെയ്യാവുന്നതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പിന്നെ വേറൊരു ഞാൻ ഇപ്പോൾ ഡബ് ചെയ്യുകയാണ്. കാരണം ഞാൻ ആദ്യം ഈ വീഡിയോ എടുത്തപ്പം എന്താ പറ്റിയേ, ഇത് റെക്കോർഡ് ചെയ്യാന്ന് റെക്കോർഡറിൻ്റെ നമ്മൾ മൈക്ക് വർക്കാകത്തില്ല. എന്നുവെച്ചാൽ ഈ മൊബൈലിൽ സൗണ്ട് മാത്രം കേൾക്കാം. ആ ഒരു മോഡിലായിരുന്നു. മാറ്റാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാം കേൾക്കാതെ അതിനകത്ത് മാത്രം സൗണ്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഡബ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ അത് മാത്രമല്ല, നമ്മൾ കുറേ നാളായി നമ്മൾ 1 മാസമെങ്കിലും ആയി കാണും നമ്മൾ വീഡിയോ ഇടാതിരിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോ കാണുന്നവർ ആരും ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ട് പെട്ടെന്ന് പറഞ്ഞ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി ചുമ്മാ വീഡിയോ വെച്ചാൽ ഇനി എങ്ങാനും ഭയത്തിന് അതുപോലെ കിട്ടിയാലോ. റെയിൻബോ പോലത്തെ ഒരു ഇതാണ് വരുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ ആരും കെട്ടുന്നില്ല. ഇച്ചിരി കൂടി എന്താ പറയുക, ഇച്ചിരി കൂടി ഇങ്ങോട്ടൊക്കെ നമ്മളൊന്നും പോയിട്ടില്ല. ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. കിച്ചണാണിത്. കിച്ചണാണെന്ന് തോന്നുന്നു. കിച്ചണാണ്. നമുക്ക് ഇങ്ങോട്ട് ഇതിൻ്റെ അടിയിലൊക്കെ കയറി കാണുമോ ആർക്കറിയാം.
ഇവിടെ ഇല്ല. എല്ലായിടത്തും നോക്കി. ഇപ്പോൾ ഒരാളും കൂടെ ഉള്ളൂ നമുക്ക് കണ്ടുപിടിക്കാൻ. ഒറ്റ ഒരാളും കൂടെ ഉള്ളൂ. ഇത് മീനൊക്കെ ഇവിടെ ഇരിക്കുന്നത്. എന്നാ മീനൊക്കെ കിച്ചണല്ലേ. ഇവിടെ എന്തോ കമ്പിയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരാളും കൂടെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഒന്നും കൂടെ മേടിച്ചേക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മൾ ഇവിടാണ്. ഇതെന്നാ അല്ലല്ല, വേറെ സംഭവം. ആ ആളെയും അങ്ങനെ പിടിക്കാതിരിക്കാൻ നമുക്ക് ഹൈഡേഴ്സ് വിന്ന്. ഓക്കെ, അവർ വിന്ന് ചെയ്തു. വിന്നിങ് റൗണ്ട് ഓവർ. നമ്മളിനി അടുത്ത റൗണ്ടിലോട്ട് പോവാണ്. ഇതിപ്പോൾ രണ്ടാമത്തെയാണോ ഒന്നാമത്തെയാണോ ആർക്കറിയാം. എനിക്ക് ഇത് രണ്ടാമത്തെ ആണ്. ഇനി നമുക്കൊരു റൗണ്ട് കൂടി കഴിഞ്ഞ് നമുക്ക് വീഡിയോ വേണ്ടി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ അടിപൊളിയാണ്. സ്ക്വിഡ് ഗെയിം ഒന്ന് ചെയ്താലോ? ഒന്നും വേണ്ട, ബാക്ക് റൂംസ് മതി. ബാക്ക് റൂംസ് ഒരു സിനിമയുടെ പേരല്ലേ. ഓക്കെ, നമുക്കിനി സ്ക്വിഡ് ഗെയിം എന്ന് വെച്ചാൽ സ്ക്വിഡ് ഗെയിം 5 ആയി. പക്ഷേ 5 പോട്ടെ. അത് ഇനി ഏതായാലും സ്ക്വിഡ് ഗെയിം ചൂസ് ചെയ്യും. ഓക്കെ, ഓക്കെ നമ്മളങ്ങനെ വീണ്ടും അത് തിരഞ്ഞെടുക്കുകയാണ്. 2 സീക്കേഴ്സ് അങ്ങനെയൊക്കെ വരുമായിരുന്നു, കൊള്ളായിരുന്നു. പക്ഷേ ഓക്കെ, നമ്മൾ വീണ്ടും സീക്കറായി. ഓക്കെ, അത് കുഴപ്പമില്ല. ഒരുത്തൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരുത്തൻ ദേണ്ട അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. അല്ല, അവൻ ഇങ്ങോട്ട് പോയി. ഓക്കെ, മറ്റൊരുത്തനും കൂടെ അവനല്ലേ ആദ്യം പോയേ. അത് ഇനി ഒരുത്തൻ ഇങ്ങോട്ടും പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. അതാണ് നല്ലത്. ഇനി ബാക്കോട്ട് ചുമ്മാ നോക്കിയിട്ട് അതിലെ കൂടെ ഒന്ന് നോക്കുന്നൊക്കെ. ബാക്ക് അങ്ങനെ ആരുമില്ല. ഓക്കെ, നമ്മൾ ഈ നേരെ കണ്ട് നമ്മളവനെ പിടിച്ചു. അടുത്തവനെ നമ്മൾ പിടിക്കണം. അടുത്തവനെ നമ്മൾ പിടിച്ചേ പറ്റൂ. അടുത്തവനെ കാണുന്നില്ല. ഞാൻ കണ്ടു എന്തോ ഒരു അവിടെ അതായിട്ട് കിടക്കുന്നു. ഞാൻ അവനെ പിടിച്ചു. ഓക്കെ, നമുക്കിനി അടുത്ത ആൾക്കാരെ പിടിക്കണം. അടുത്ത ആൾക്കാരെയാണ് നമുക്കിനി പിടിക്കേണ്ടത്. കുറേ പേര് മണ്ടയ്ക്ക് നിൽക്കുന്നു. അവന്മാരെങ്ങനെ അവിടെ കയറി? അതെങ്ങനെ കയറി? നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുമോ? അതെങ്ങനെ അമ്മമാർ അങ്ങോട്ട് കയറി? നമുക്കിതിങ്ങനെ കയറാൻ പറ്റില്ലല്ലോ. ഇനി അവർക്ക് മാത്രം കയറാനുള്ള സ്ഥലമാണോ? അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ കയറിയാൽ മതിയല്ലോ. അവർ ജയിക്കത്തില്ലേ. അപ്പം നമുക്ക് ഇതേ കയറി ചിലപ്പോൾ പോകാൻ പറ്റുമായിരിക്കും. നമുക്ക് നോക്കാം. ഇനി അത് വാതിലാണോ? അല്ല, വാതിലും അല്ല. ഇതെങ്ങനെ ചാടിയിട്ട് കയറാമെന്നാണോ? കയറാൻ പറ്റത്തില്ല. ചാടിയിട്ടുണ്ട്. അതിങ്ങനെ കയറാം. ഇതിങ്ങനെ അവർ നിങ്ങൾ കണ്ടോന്നറിയത്തില്ല. അവിടെ കുറച്ച് പേരുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതെ ഒരുത്തൻ കയറി പോന്നു. ഞാൻ കണ്ടോ അവിടെ ഒരുത്തൻ കയറി പോന്നു. അതെങ്ങനെ പോകുന്നു? അത് എനിക്കെന്ന് വെച്ചാൽ നമുക്കും അതുപോലെ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് താഴെ പോയി. ഇത് ഇനി ഈ ഡോറാണല്ല. കണ്ടോ ഒരുത്തൻ പോകുന്നുണ്ട്. നമുക്ക് ഒന്ന് വെടി വെച്ച് നോക്കാം. ഓക്കെ, പറ്റുന്നില്ല. അയ്യോ, ചാടി. അവൻ ചാടിയിട്ടുണ്ട്. പക്ഷേ ഇവന്മാരെങ്ങനെ കയറി ഒരു പിടിയുമില്ല. നിങ്ങൾ ഇതിന് മുമ്പ് ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്ത് പറയണം. പക്ഷേ അയ്യോ, അവനവിടെ കിടന്ന് ചാടുന്നുണ്ടോ? കേട്ടോ, ഒരാളല്ല 2 പേരുണ്ട്. 2-3 പേരും കണ്ടുണ്ട്. ഈ യുവമാരെ പിടിക്കുകയാണ്. നമുക്ക് 2 മിനിറ്റും കൂടെ കഴിഞ്ഞ് മൈൻഡപ്പ് ചെയ്യാം. അവന്മാരെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ കുറച്ച് ഷൂട്ട് ചെയ്യാനും പറ്റുന്നില്ല. അവന്മാർ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത സൈഡിലുണ്ട്. എനിക്ക് തോന്നുന്നു 3 പേരുണ്ടെന്ന് തോന്നുന്നു. 3 പേര് ഉണ്ട്. 3 പേരുണ്ട്. ഓക്കെ, 3 പേരുണ്ട്. പക്ഷെ 3 പേരെ പിടിക്കാനും പാടാണ്. നമുക്ക് 3 മിനിറ്റ് അല്ല 4 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ചെയ്യാം. ഓക്കെ, ഭയങ്കര പാടാണ് ഇവന്മാരെ കണ്ടുപിടിക്കാൻ. എൻ്റെ ദൈവം, കണ്ടുപിടിക്കാൻ പാടാണ്.
ഇതിങ്ങനെ നോക്കിയാലും ഇതിൻ്റെ അടി വല്ലവരും ഉണ്ടോ? അതെ പോകുന്നു. അമ്മ ചാടി. അമ്മരെങ്ങനെ ചാടി? ഓക്കെ നോക്കി ഇവനെ പിടിക്കാം. ഓ പിടിക്കാൻ പറ്റുന്നില്ല. അയ്യോ ചാടി. പിടിക്കാം. അത് കൊണ്ടിട്ടും പറ്റുന്നില്ലല്ലോ ഗൈസ്. പറ്റുന്നില്ല. ഭയങ്കര ചാട്ടമാണ്. നിൽക്കടാ. പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അയ്യോ ദേർച്ച് അവർ വിൻ ചെയ്തു. എന്ത് കഷ്ടമാണോ. നമുക്ക് ഒരു റൗണ്ടും കൂടെ പോയി നോക്കാം. ഇവർക്ക് വിൻ ചെയ്തു. ഓക്കെ നമുക്കിനി ഒരു റൗണ്ടും കൂടെ പോവാം. ഓക്കെ നമ്മളങ്ങനെ അടുത്ത റൗണ്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ നമ്മളിനി ഹൈഡർ ആവുകയാണെങ്കിൽ അവിടെ സെറ്റായിരിക്കും. നമുക്ക് ഒന്നും കൂടെ അവിടെ വോട്ട് ചെയ്യാം. സ്ക്വിഡ് ഗെയിമിൻ്റെ അവിടെ തന്നെ. ഓക്കെ നമ്മളവിടെ പക്ഷെ ആരും നമ്മുടെ അങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് എനിക്കൊന്നും അവർ വോട്ട് ചെയ്യത്തില്ല തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ മാപ്പ് വരത്തില്ല ഗൈസ്. സ്ക്വിഡ് ഗെയിമിൻ്റെ മാപ്പ് വരില്ല. അത് കുഴപ്പമില്ല. ഓക്കെ നമ്മളങ്ങനെ വരുന്നുണ്ട്. ഓക്കെ നമ്മൾ വീണ്ടും ഡിസൈഡിങ് ഗെയിം മോഡ്. ഇതിൽ നമ്മൾ ഹൈഡർ ആവാൻ ചാൻസ് ഉണ്ട്. ഹൈഡറായി യു ആർ ഹൈഡർ. ഓക്കെ നമ്മളിങ്ങനെ വീണ്ടും ആ സ്ഥലത്തുണ്ട്. എനിക്ക് ഈ സ്ഥലം മാത്രം ഈ സ്ഥലത്തിന് പേരാണ് ബാക്ക് റൂംസ്. പക്ഷേ ഞാൻ ഇവിടെ ഒളിച്ചിട്ടുണ്ട്. ഈ ഗെയിം ഞാൻ ഇപ്പം വെച്ചാൽ ഇതിന് മുമ്പേ കളിച്ചപ്പോൾ എൻ്റെ ഈ റോഡിന് പുറകെ കളിച്ചത് തെറ്റായിരിക്കും. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്താലോ. നമുക്കൊരു ഐഡിയ ചെയ്യാം. എന്നുവെച്ചാൽ നമ്മുടെ കൂടെ വന്നവരൊക്കെ നമുക്കിങ്ങനെ വാച്ച് ചെയ്യാം. എന്നുവെച്ചാൽ അമ്മമാരെ ഇങ്ങനെ നോക്കാം. അമ്മമാരെവിടേക്കാണ് ഒളിക്കുന്നതെന്ന് എല്ലാവരും കണ്ടോ. അവനിപ്പോൾ അങ്ങോട്ട് പോയി. എന്നിട്ട് നമ്മൾ തന്നെ എന്നുവെച്ചാൽ നമ്മളിതാകണം, പിടിക്കുന്ന ആളാകണം. എന്നിട്ട് ഇവന്മാർ എങ്ങോട്ടാണ് പോയതെന്ന് നമുക്കറിയാമല്ലോ. കണ്ടോ ഇപ്പം എന്നെ പിടിച്ചു. ഇനി നമുക്ക് അമ്മമാർ പോയ സ്ഥലത്തല്ല, അമ്മമാർ ഒരുത്ത കുഴിയിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ നമുക്ക് അങ്ങനെ പിടിക്കുകയാണെങ്കിൽ സെറ്റാണ്. ഓക്കെ നമുക്ക് ഇനി അങ്ങനെ പോവാം. എവിടെ ഒരു സ്ഥലം കുഴി അതേണ്ടേ ഇങ്ങോട്ട്. ഇതിൻ്റെ കുഴി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ പോയോ? അവൻ പോയി. ഇവിടെയൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ പൊന്നാതെ കാണുന്നില്ല. അവന്മാരെ കാണുന്നില്ല. അവന്മാർ രക്ഷോട്ട് പോയി. അവൻ ഓടിക്കളഞ്ഞു. നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ഗൈസ്. ലോങ് ആകുന്നുണ്ട്. ഭയങ്കര ലോങ്ങാണ്. ഇവിടെ ആരെയും കാണുന്നില്ല അങ്ങനെ. പറ്റുന്നില്ല. ആരും കാണുന്നില്ലല്ലോ. കുറേ പേരെ ഹെഡേഴ്സ് ആയി. 2 ഹണ്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ കാണാം. ടൈമാണ് ഇത്രയും ഉണ്ട്. പക്ഷേ നമുക്കെന്നാൽ വീഡിയോ അങ്ങ് മൈൻഡപ്പ് ചെയ്താലോ. കിച്ചനും കൂടെ നമുക്ക് നോക്കാം. അതെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി തന്നെ കണ്ടു. ഓക്കെ അവന് പറ്റുന്നില്ല. വെടിവെക്കാൻ പറ്റുന്നില്ല. യെസ് അവനെ അങ്ങനെ നമ്മൾ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹണ്ടേഴ്സിന് 3 പേരായത്. ഞാനും പിന്നെ വേറൊരാളും പിന്നെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഒരാളും കൂടെയാണ്. ഓക്കെ നമുക്കിനി ഈ ഡോർ കയറാൻ പറ്റില്ലല്ലേ. നമുക്ക് ഇനി ഇവിടെ ഇങ്ങനെ ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് ഇതിൻ്റെ തറയിൽ ഇങ്ങനെ പറ്റും. പക്ഷെ നമുക്ക് പറ്റുന്നില്ല. ഈ ഇരിക്കുന്നതാണല്ല. നമുക്കാരെയും പറ്റില്ല. സ്കൂള് പോലെ ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പോലീസിൻ്റെ വണ്ടിയൊക്കെ. ഇവിടെ ഞാൻ വിളിച്ചായിരുന്നു. ഇവിടെ നല്ലൊരു സ്പേസാണ്. പക്ഷെ ആരുമില്ല ഇവിടെ. ഓക്കെ ഗൈസ് നമുക്കെന്നാൽ അങ്ങ് വീഡിയോ മൈൻഡപ്പ് ചെയ്താലോ. നമുക്ക് ആരെയും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ ഗൈസ് നമ്മൾ മൈൻഡപ്പ് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം നമ്മൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ബൈ.